എന്തോരം നീ ചോദിച്ചേ? അമ്മ ചെരുപ്പിടാൻ മറന്നുപോയാ? വെൽക്കം വെൽക്കം മാഡമാന്. ഇനിയും കൊറേ വർഷങ്ങള് എല്ലാരും കൈയടിക്കും. അവരെല്ലാവരും എത്തിക്കൊണ്ടിരിക്കുന്നു. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. അപ്പൊ ഈ സന്നിധേട്ടൻ പാലുമായിട്ട് എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ വെഡിങ് ആനിവേഴ്സറി ആണ്, പാല് പായസം ഉണ്ടാക്കാൻ പോയപ്പോഴേക്കും പിരിഞ്ഞു പോയായിരുന്നത്. പക്ഷെ അതിന് പരിഹാരം കണ്ടെത്തി. വീട് പാലട ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഇതായി പോയത്. ഇപ്പൊ ഡബിൾ ഹോഴ്സിന്റെ സേമിയ പായസം മേടിച്ചു തന്നിട്ടുണ്ട്. പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കണം. പിന്നെ അതുമല്ല വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാൻ അവരുടെ വീട്ടില് ഒരു ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഫുഡൊക്കെ എത്തി. പക്ഷെ കറണ്ട് പോയി. പുറത്ത് നല്ല പേരും മഴയും ഇടിവെട്ടും ഒക്കെയാണ്. അപ്പൊ അവിടെ കറണ്ട് പോയേക്കാ കുറെ നേരമായി, 1 മണിക്കൂറായിട്ടും കറണ്ട് വന്നിട്ടില്ല. അപ്പൊ സെലിബ്രേഷൻ നമ്മുടെ വീട്ടിലേക്ക് മാറ്റി. അപ്പൊ ഇപ്പൊ എല്ലാവരും ഇങ്ങടെ എത്തും. സി ചേച്ചി ഫാമിലിയും ലീ ചേച്ചി ഫാമിലി പിന്നെ എന്റെ വീട്ടിൽ നിന്നും എല്ലാവരും ഇപ്പൊ എത്തോട്ടെ. അതിനു മുമ്പ് എനിക്കിത് പായസത്തിന്റെ പരിപാടി ചെയ്യണം. അപ്പൊ ഞാൻ സേമിയൊക്കെ ഇതിലേക്ക് ഇട്ടു. ഇനി ഇതൊന്ന് തിളച്ച് വറ്റി വരുമ്പോഴേക്കും നമ്മുടെ പായസം റെഡി. ഓൾറെഡി എല്ലാ സാധനവും ഉണ്ട്. കാരണം മേടിച്ചേക്കുന്നത് മിക്സാണ് മേടിച്ചേക്കണത്, പാലട മിക്സാണ്. ഇനി ലാസ്റ്റ് വെച്ചിട്ട് നെയ്യ് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. കണ്ട കാഷ്യൂ നട്ട്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. കുറച്ച് നെയ്യ് മാത്രം മതി ലാസ്റ്റ്. മാറ് അപ്പൊ സന്നിചേട്ടൻ എത്തിയിട്ടുണ്ട്. ഫുഡൊക്കെ കൊണ്ട് അവരുടെ വീട്ടിൽ നിന്ന് വരുന്നതാണ് കേട്ടാ. അപ്പൊ വന്നു റോൺ ചേട്ടൻ ഉണ്ടല്ലോ അതിന്റെ ഉള്ളില്. റോൺ ചേട്ടൻ ഉണ്ടല്ലോ. മഴ പെയ്യണ്ട പുറത്ത്. ഇടോ ചേട്ടയുണ്ട്. ചേട്ടാ വണ്ടിയില്. റോൺ ചേട്ടൻ മാത്രല്ലല്ലോ, തക്കു ചേച്ചി ഉണ്ട്. അഞ്ജലി ചേച്ചി ഉണ്ടല്ലോ. എല്ലാവരും ഉണ്ട്. ഇതേ പോണ്. മാറ് ഗ്രേസ് മാറ്. അപ്പൊ അങ്ങനെ സനയുടെ ഫുഡൊക്കെ ഇവിടെ കൊണ്ടുവച്ചു. നമ്മുടെ നാനോ മാത്രമല്ല നമ്മുടെ വീടിന്റെ ഇടയ്ക്ക് കയറുള്ളൂ. അപ്പൊ അതുകൊണ്ട് നാനോല് ഇവിടെ കൊണ്ടുവച്ച് ഇപ്പൊ മഴ ഇപ്പൊ നല്ല പെരുമഴയായിട്ടാ. ഇപ്പൊ വീട്ടിലേക്ക് പോയേക്കാണ്. മമ്മീനെയും മാനനെയൊക്കെ കൊണ്ടുവരാൻ വേണ്ടി അങ്ങോട്ട് പോയേക്കാണ്. ചേച്ചിയും ലീ ചേച്ചിയും അല്ലേട്ടനും എല്ലാവരും സിജി ചേച്ചിയുടെ വണ്ടിയിൽ, ജോലിച്ചാന്റെ വണ്ടിയിൽ ഇപ്പൊ എത്തും. സ്റ്റീവൻ ഗ്രേസ് ഒക്കെ അവിടെ ചേച്ചിമാര് ചേട്ടന്റെ കൂടെ കളിച്ചോണ്ടിരിക്കുക. നമ്മുടെ പായസം ഇവിടെ തിളച്ചായിരുന്നു. ഞാനപ്പോൾ സിമ്മിലിട്ടു. പെട്ടെന്ന് ആ ഫുഡ് എടുക്കാൻ പോയപ്പോൾ സിമ്മിലിട്ടായിരുന്നു. ഇനിയിപ്പോൾ ഇനി ഇതിവിടെ കിടന്ന് റെഡി ആവട്ടെ. അവരെല്ലാവരും എത്തിക്കൊണ്ടിരിക്കുന്നു. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ചേച്ചി കയ്യില അമ്മ ചെരുപ്പിടാൻ മറന്നുപോയാ? വെൽക്കം വെൽക്കം മാഡമാന്. മുടി കിട്ടിയാ? ചെരുപ്പിട്ടില്ലായിരുന്നമ്മ? മറന്നുപോയാ? വെഡിങ് ആനിവേഴ്സറി ഗേൾ അവിടെ. വെഡിങ് ആനിവേഴ്സറി ഗേൾ. വെഡിങ് ആനിവേഴ്സറി. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. മഴയത്ത് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. അമ്മ പറയായിരുന്നു നിങ്ങളുടെ മറ്റേ കല്യാണത്തിന് ഇതുപോലെ മഴയായിരുന്നു.
ദൈവമേ നമ്മുടെ തുറ്റിയടി കുഴപ്പമില്ല നമ്മളെ കുടിക്കുന്നില്ല അറിയാണ്ട് വീട് പോയതാണ് ഇന്തുറന്ന് ചോദിച്ചേ കുഴപ്പമില്ലല്ലോ അമ്മയും കൊള്ളാം മോളും കൊള്ളാം. ഇനിയിപ്പോ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. ഇല്ല പറ്റില്ല. അല്ല ഒരു പാത്രം പായസം ഇപ്പൊ മാറ്റി വെച്ചിട്ടുള്ളൂ. എന്തായാലും അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട് പായസം. അപ്പൊ ഞങ്ങള് പാലട മാറി ഇപ്പൊ സേമിയയിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇപ്പൊ വരും. ഇത്രയും നേരം സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ലീ ചേച്ചിയുടെ വീട്ടിൽ വെച്ചാണ് വെഡിങ് ആനിവേഴ്സറി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആണോ? അപ്പൊ എന്തായാലും ഇപ്പൊ ഞാൻ പറയാനുള്ള അപ്പൊ ഇനി നമ്മുടെ ഡോഗ്സിന് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ ഇവിടുത്തെ പരിപാടി തുടങ്ങാനായിട്ട്. അപ്പൊ ഞാൻ അതിനു വേണ്ടി പോവാണ്. മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പോയിക്കോട്ടെ. ഇവിടെ എല്ലാവരും പാമ്പും കോണി കളിക്കണ്ട. നിന്നെ അത് മാത്രം കടിച്ചിട്ടുള്ളൂ. ആരാ ജയിച്ചേ? ഗ്രേസിനാണോ കടിച്ചേ? വീഴൂട്ടെ. എന്റെ സൈഡിൽ എന്താണ്ടൊക്കെ ഉണ്ട്. ഈ പാത്രത്തിലേക്ക് വെക്കാം. നമ്മുടെ സ്വീറ്റ് പാർലറിലെ നമ്മുടെ സ്റ്റീഫൻ ചേട്ടന്റെ എന്തിട്ടാണ് എഴുതിയേക്കണ അറിയില്ല. പൈനാപ്പിൾ എന്നാ പറഞ്ഞേ. പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്തിട്ടാണ് എങ്ങനെ പൈനാപ്പിൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു എഴുതാനുള്ളത്. എങ്ങനെയാണ് അവര് സെറ്റപ്പ് ആക്കിയെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ സൈഡ് കിട്ടിയത് ഇതിവിടെ. ആഹാ അടിപൊളി. മഞ്ഞ കളർ, മഞ്ഞല്ല ഓറഞ്ച് കളർ. ഹാപ്പി ആനിവേഴ്സറിയുടെ അവിടെ കുറെ കൂട്ടി യോജിപ്പിക്കുന്നു. ചീട്ടാ ചീച്ചി, ചേട്ടാ ചേച്ചി, ചീട്ട ചീട്ടല്ല ചേട്ടാ. അപ്പൊ നമ്മുടെ വെഡിങ് ആനിവേഴ്സറിയുടെ സെലിബ്രേഷൻ തുടങ്ങാൻ പോവാണ്. അപ്പൊ എല്ലാവരും പ്രാർത്ഥിക്കാനായിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇതാണ് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന അനിൽ അളിയനും ലീ ചേച്ചിയും. ഇത് അവരുടെ പൊന്നോമനയായ അഞ്ജലി മോള് ആൽവിൻ. ഇന്നലെ അല്ല 10-20 വർഷം, 24 വർഷമായി. തീർച്ചയായിട്ടും നമ്മൾ ആൽവിനെ ഇതിലേക്ക് പങ്കെടുപ്പിക്കുന്നതായിരിക്കും. അപ്പൊ ആൽവിൻ മാത്രമേ കുറവുള്ളൂ. അപ്പൊ ആദ്യമായിട്ടല്ല ആൽവിൻ ഇല്ലാണ്ടൊരു വെഡിങ് ആനിവേഴ്സറി. കുഴപ്പമില്ല. അപ്പൊ 24ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന അനിൽ അളിയനും ലിജി പെങ്ങൾക്കും വൈഡ് വ്ലോഗ്സിന്റെ വകയായും ഇക്കോ ഓൺ മീഡിയയുടെ വകയായും ഒരു റിയൽ ലൈഫ് വീഡിയോയുടെ വകയായും എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനിയും കുറെ വർഷങ്ങള് എല്ലാരും കൈയടിക്കുന്നു. ഇവൾക്കെന്തത്? അപ്പൊ ഇനിയും കുറെ വർഷം നിങ്ങൾ സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ ജീവിക്കാൻ പറ്റട്ടെ. അതിന് ദൈവം അനുഗ്രഹിക്കട്ടെ. 100 വർഷം. അതെ, 100 വർഷം. ഇപ്പൊ 24 കഴിഞ്ഞു. ഇനി 100 124 വർഷം വേണ്ട. ഒരു 80 വർഷം കൂടി നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. 130. അതെ. അപ്പൊ അങ്ങനെ നമ്മുടെ ആൽവിൻകുട്ടനും ഓൺലൈനിൽ വന്നിട്ടുണ്ട് അയർലൻഡിൽ നിന്ന്. ഞങ്ങൾ ഗിഫ്റ്റ് തരാൻ മുട്ടിയിരിക്കുന്നു. അത് പറഞ്ഞത് എവിടെ വേണം ചേച്ചോ. വളരെ താഴ്മയോടെ നന്ദി പറയുന്നു. സിജി ഫാമിലിയുടെ ഓൾറെഡി അവിടെ കിട്ടി കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ നമുക്ക് സണ്ണി സെയിം ഒരുമിച്ചാണ് അവിടെ ഒരു ബോക്സ് കുഞ്ഞു കഷ്ണം അതിന്റെ എടുത്തോ. പൈനാപ്പിളിന്റെ ടേസ്റ്റ് ഒക്കെ ഉണ്ടോ? നല്ല നല്ല കേട്ടോ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. അങ്ങനെ ദേ ഭക്ഷണം കഴിക്കാതിരിക്കാണ്. ഒരു ട്രിപ്പ് ഫുഡ് കഴിക്കൽ കഴിഞ്ഞ ഓരോരുത്തരുടെ പിള്ളേരുടെ സെറ്റ് കഴിഞ്ഞു. ഇനി ഞങ്ങളുടെ സെറ്റ് ചെറുപ്പക്കാരുടെ സെറ്റ് പകുതിക്കുന്നു. പിന്നെ വയസ്സന്മാരൊക്കെ ഈ ഒരു അടിപൊളിയുണ്ടോ ഭക്ഷണം? ഭക്ഷണം എടുത്തേട്ടാ
ഫുഡ് നമ്മുടെ ഷർട്ട് ജോന്റെ ഓക്കെ അന്ന് ഞാൻ കണ്ടതാണ്. ബിൻസ് കാറ്റേഴ്സ് തുമ്പരശ്ശേരി. തുമ്പരശ്ശേരി. ബിൻസ് കാറ്റേഴ്സ്. ചേട്ടൻ പേരൊക്കെ ഇട്ടിട്ട് ഫുഡൊക്കെ നല്ല അടിപൊളിയാണ്. 10 പേർക്ക് 20 പേർക്കൊക്കെ കൊടുക്കുമോ? എത്ര പേർക്ക് 10, 20, 100 എത്ര പേർക്ക് വേണമെങ്കിൽ ഞാൻ കൊടുക്കും. എല്ലാ ഇന്ത്യൻ ചൈനീസ് കോണ്ടിനെന്റിലെ എല്ലാ ടൈപ്പ് ഫുഡ്സുകളും പുള്ളിക്കുണ്ട്. അല്ലപ്പോ ചേട്ടൻ അങ്ങനത്തെ പരിപാടിയൊക്കെ തുടങ്ങിക്കൂടാ കേട്ടോ. ഇത്രയും നല്ല ഇന്റർനാഷണൽ ഷെഫ് ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായിട്ട് അതിനെപ്പറ്റി അതിനെപ്പറ്റി ആലോചിക്കും. എമിറേറ്റ്സ് ഫ്ലൈറ്റിലേക്ക് ഫുഡ് വരുന്നത് എവിടെന്നാ? എവിടെന്നാ? അതെ, അവിടെന്നായിരുന്നു വന്നിരുന്നേ. അവിടെ മമ്മി പോവാണ്, മമ്മിയും മാനും. അമ്മ പിന്നെ വിടൂട്ടാ. ബൈ ബൈ. ആരുമോൾ ബൈ ബൈ. അവിടെ രക്ഷപ്പെട്ടു. ഭയങ്കര ഷീട്ടുകളി കിടക്കാം. നേരെ 1 മണി കഴിയാറായിട്ടാ. ഞാൻ രണ്ടാമത്തെ ആളങ്ങനെ കഴിഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി. അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ തന്നെ സി ചേച്ചി ഫാമിലി എന്തേ പോവാണ്. അതൊക്കെ തന്നെ രാവിലെ തന്നെ പോയിട്ട് ആവശ്യമുണ്ടെന്ന് പറഞ്ഞതേ അവരും പോവാണ്. ലീ ചേച്ചിയും ഫാമിലി അവരും റെഡി ആവാണ് പോവാൻ വേണ്ടി. അപ്പോൾ ഇനി എന്നാണ് ഒരുമിച്ച് കൂടുക എന്നൊന്നറിയില്ല. ഇതൊരു അപ്രതീക്ഷിതമായൊരു കൂടലായിരുന്നു. ഞങ്ങൾ അവരുടെ വീട്ടിൽ ആഘോഷിക്കാമെന്ന് വിചാരിച്ചായിരുന്നു. എന്നാലും നമ്മുടെ വീട്ടിൽ ഇങ്ങനെ സെലിബ്രേഷൻ നടക്കുന്ന ഒന്നും പ്ലാൻ ചെയ്തല്ലായിരുന്നു. എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാവരും കൂടി ഇന്നലെ ചീട്ടൊക്കെ കളിച്ച് കഴിഞ്ഞ് കുറേ ലേറ്റ് ആയിട്ടാണ് ഉറങ്ങിയത്. ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവരും എണീറ്റു. സി ചേച്ചി ഫാമിലി ഓൾറെഡി അവർ വീട്ടിലേക്ക് പോയി. ജോജലിയനും ലീ ചേച്ചിയും ഫാമിലി ഇതേ ഇറങ്ങണ്. അല്ല സോറി, അനിലളിയൻ, പേര് മാറിപ്പോയി കളിയാ. അനിലളിയനും ഫാമിലിയും ഇതേ പോവാൻ നിൽക്കണ്. നീ എന്നോടി പോവല്ല, ഞാനും വന്നിട്ടുണ്ട്. പോയിട്ട് വരാം കേട്ടോ. ഞാൻ എൻ്റെ സ്കൂട്ടർ ഇവരുടെ വീട്ടിൽ വെച്ചേക്കാം. ഇന്നലെ ഭക്ഷണമൊക്കെ കൊണ്ട് കൊണ്ടുവരാനായിട്ട് വണ്ടി എടുത്ത് വന്നപ്പോൾ സ്കൂട്ടർ അവിടെ വെച്ചിട്ടാണ് പോകുന്നത്. അപ്പം സ്കൂട്ടറാണ്. അപ്പം ഇനി ഇവരുടെ കൂടെ അവിടെ പോയിട്ട് എൻ്റെ സ്കൂട്ടർ എടുത്ത് എനിക്ക് ഇങ്ങോട്ട് പോരണം. സനചേട്ടൻ അവരെ കൊണ്ടാക്കി വന്നിട്ട് പായസം കഴിക്കണം. നല്ല തണുത്ത പായസം. സൂപ്പർ. എങ്ങനെയുണ്ടായിരുന്നു പായസം? പാലട അടി പിടിച്ചല്ല, പാലട പിരിഞ്ഞു പോയത് നന്നായി. എന്തേ? സൂപ്പർ സേമിയ പായസം. സേമിയേക്കാളും രസം പാലട ആയിരിക്കും തണുത്ത. പക്ഷെ സേമിയ സൂപ്പർ, അടിപൊളി പായസം. എനിക്ക് ഒന്നും പറയാനില്ല, എനിക്ക് ഇഷ്ടമായില്ലേ? നല്ല പായസം. തണുത്തിട്ട് ഞാൻ കഴിച്ചില്ല രാവിലെ തന്നെ. അങ്ങനെ എല്ലാവരും പോയി. വീണ്ടും ഞങ്ങൾ ഒറ്റയ്ക്ക്. ഗ്രേസ് അറിഞ്ഞിട്ടില്ല. ഗ്രേസ് എണീക്കുമ്പോ എന്താവെന്ന് അറിയില്ല. ഗ്രേസ് രാവിലെ അവരുണ്ട് എന്നുള്ള പ്രതീക്ഷയിലാണ് ഉറങ്ങിയേക്കണേ. എന്താവോ.